കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷകനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തെ ഓർക്കുകയും മരണത്തെ പ്രസ്താവിക്കുകയും അവൻ്റെ ശരീരത്തെ വിവേചിക്കുകയും നമ്മുടെ മേൽ വന്നിരിക്കുന്ന വിധികൾ തിരിച്ചറിഞ്ഞ് അതിനുള്ള അനുഗ്രഹങ്ങൾ അനുഭവിക്കേണ്ടതിനും ആ തലത്തിൽ പുനരുദ്ധാനത്തിൻ്റെ ജീവനിൽ ജീവിക്കേണ്ടതിനും ദൈവത്തിൻ്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന അമൂല്യമായ ശുശ്രൂഷയായ കർത്താവിൻ്റെ മേശയുടെ മുമ്പിലേക്ക് നാം വന്നിരിക്കുകയാണല്ലോ. കർത്താവിൻ്റെ മേശ, കണ്ടമാനം തെറ്റിദ്ധാരണകൾ ആത്മലോകത്തിൽ പടർന്നു കിടക്കുന്ന ഒന്നാണ് കർത്താവിൻ്റെ മേശ. കർത്തൃമേശ മാത്രമല്ല, സ്നാനമാകട്ടെ, രക്ഷയാകട്ടെ, അന്യഭാഷയാകട്ടെ, കൃപാവരങ്ങളാകട്ടെ, വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പുതിയ നിയമസത്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ആത്മലോകത്തിന് കൈമാറാൻ കഴിയാതെ വണ്ണം കണ്ടമാനം അന്ധതകൾ, കണ്ടമാനം അജ്ഞതകൾ നമ്മുടെ ആത്മലോകത്തിൽ പടർന്നതിനാൽ പലതിൻ്റെയും മൂല്യതകൾ ജനം തിരിച്ചറിയുന്നില്ല. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ നടക്കുന്ന എന്താണെന്ന് അറിയാവുന്നത് വിരലിലെണ്ണാവുന്ന ആളുകൾക്കാണ്, വളരെ അപൂർവ ആളുകൾക്കാണ്. എന്താണ് രക്ഷയെന്ന് ചോദിച്ചാൽ നമ്മുടെ നല്ല കൂട്ട ആൾക്കാർ പഠിക്കുകയാണ്. സ്നാനം പൊതുവിൽ നമ്മുടെ ആളുകളുടെ അറിവെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. എന്തിനാ സ്നാനപ്പെട്ട്? സ്വർഗത്തിൽ പോകാൻ. സ്നാനപ്പെട്ടില്ലെങ്കിൽ നരകത്തിൽ പോകും. സ്നാനപ്പെട്ടതുകൊണ്ട് സഭയിൽ വന്നു. ഇങ്ങനെ വളരെ വിരളമായ ദൈവവചന പരിജ്ഞാനത്തിലാണ് നമ്മുടെ ദൈവസഭകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആരെയും വിമർശിക്കാനല്ല പറഞ്ഞത്. ഞാൻ ജനിച്ചു വളർന്ന പശ്ചാത്തലത്തിൽ കണ്ട വേദന കൊണ്ടും എന്നിലുണ്ടായ അവസ്ഥ കൊണ്ടുകൊണ്ടും ഞാൻ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം? വീണ്ടും ജനനത്തെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ അകത്ത് നിങ്ങൾക്കൊരിക്കലും ക്രിസ്തുവിന് അനുരൂപരായി, ക്രിസ്തുവിനെ പോലെ ആകാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. സ്നാനം പുതിയ ഉടമ്പടിയുടെ പാർട്ടായി മാറുന്നതാണ് സ്നാനം. അബ്രഹാമിക് കവനന്റിൻ്റെ നിവൃത്തിയാണ് പുതിയ ഉടമ്പടി. അതിൻ്റെ ഭാഗമായി മാറുന്നതാണ് സ്നാനം. പുതിയ ഉടമ്പടിയുടെ അടയാളമാണ് സ്നാനം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ മേശ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, കർത്താവിൻ്റെ മേശ ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന അമൂല്യമായ രണ്ട് ശുശ്രൂഷകൾ. ഒന്ന് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനവും, രണ്ട് കർത്താവിൻ്റെ മേശയുമാണ്. കർത്താവിൻ്റെ മേശ 1-ാം നൂറ്റാണ്ടിൽ അവർ ഭവനങ്ങളിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഭവനങ്ങളിലാണ്. നിങ്ങൾ ബൈബിൾ വായിച്ചാൽ, പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം വായിച്ചാൽ, അവർ ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും ഭവനങ്ങളിൽ അപ്പം നുറുക്കുകയും ചെയ്തു. അങ്ങനെ തന്നെയാണ് ബൈബിൾ കിടക്കുന്നത്. ദിനംപ്രതി അവരത് നടത്തുമായിരുന്നു. എന്തുകൊണ്ടാണ് അവർ ദിനംപ്രതി നടത്തിക്കൊണ്ടിരുന്നത്? ദിനംപ്രതി നടത്തിക്കൊണ്ടിരിക്കാൻ കാരണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ പെസഹയുടെ അന്ന് രാത്രിയാണ് കർത്താവിൻ്റെ മേശ സ്ഥാപിക്കുന്നത്. അന്ന് വരെ അത് വർഷത്തിലൊരിക്കൽ നടത്തുന്നതായിരുന്നു. പെസഹയുടെ മേശപ്പുറത്തിരിക്കുന്ന അപ്പവീഞ്ഞുകൾ കർത്താവ് കൈക്കകത്തെടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് അവർക്ക് നൽകിയ ശേഷം സ്ഥാപിച്ച പുതിയ ഉടമ്പടിയും ഇത് വർഷത്തിലൊരിക്കൽ നടക്കേണ്ടതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വർഷത്തിലൊരിക്കൽ കർത്തൃമേശ നടത്തിയാൽ മതിയായിരുന്നു. നമ്മൾ എന്തിനാണ് മാസത്തിൽ നടത്തുന്നത്? നമ്മൾ എന്തിനാണത് ആഴ്ചയിൽ നടത്തുന്നത്? അപ്പം അതിനൊന്നും നമുക്ക് ബൈബിളിൽ നിന്ന് നമുക്ക് കൃത്യമായ ഒരു രേഖ നമ്മുടെ കയ്യിൽ ലഭ്യമല്ല. ബൈബിൾ പറയുന്നത്, നിങ്ങൾ ഇത് ചെയ്യുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എത്രത്തോളം നിങ്ങൾക്കിത് ചെയ്യാമോ അത്രത്തോളം നിങ്ങളുടെ പുനരുദ്ധാനത്തിൻ്റെ ജീവനിൽ ജീവിക്കുന്നവരായി മാറും. ഇത്രയും പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് ഞാൻ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു അനൗൺസ്മെൻ്റ് കൂടെ എനിക്ക് പറയാനുള്ളത്, കർത്തൃമേശ നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്നവരുണ്ടായിരിക്കാം. എനിക്കിന്ന് രാവിലെ അങ്ങനെ ഒരു സന്ദേശം വന്നിരുന്നു. രാവിലെയാണത് വന്നത്. നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്കത് എങ്ങനെ ചെയ്യാം? നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്ക് അല്പം വീഞ്ഞ്, മുന്തിരി പിഴിഞ്ഞ വീഞ്ഞും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു ചെറിയ അപ്പം, അത് ചെറിയ ഒരു ചപ്പാത്തി ആകട്ടെ, അല്ലെങ്കിൽ ചെറിയ ഒരു ബെന്ന് അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഒരു പീസ്, ഒരു വലിയ ബെന്ന്, വലിയ ബ്രെഡ് അങ്ങനെ തന്നെ വേണമെന്നില്ല. ഞങ്ങളിവിടെ ചെയ്യുന്നത് ചെറിയൊരു ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ
ഒരു നമ്മുടെ പള്ളികളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന, അല്ലെങ്കിൽ കടകളിൽ വാങ്ങാൻ കിട്ടുന്ന ഈ രീതിയിലുള്ള ഇതൊരു അപ്പമാണ്. നമുക്കിത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഇങ്ങനെയൊരു അപ്പം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിവസം ഉണ്ടാക്കേണ്ട ഇത് നിങ്ങൾക്ക് ഭവനങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വളരെ വില കുറവിൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ ഇത് മേടിച്ച് സൂക്ഷിക്കും. ആമസോണിൽ നിങ്ങൾക്കത് ലഭ്യമാണ്. ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ വലിപ്പം, അപ്പത്തിൻ്റെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്കിത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇത് ഇച്ചിരി വലിപ്പം കൂടി അപ്പമായി പോയി. ഇത് പലരുണ്ടെങ്കിലാണ് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഒരു പീസ് മതിയാകും. ബുക്ക് ചെയ്യുമ്പോൾ അത് അപ്പം ശ്രദ്ധിച്ച്, അതിൻ്റെ വലിപ്പം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ചെയ്താൽ അത് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വീടുകളിൽ ഇത് ചെയ്യാൻ കഴിയുമോ? നിങ്ങൾക്കിത് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? 1-ാം നൂറ്റാണ്ടിൽ ഇത് നിങ്ങളുടെ ചർച്ചുകളിൽ പാസ്റ്റർമാരാണല്ലോ ഇത് ചെയ്യാറ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? 1-ാം നൂറ്റാണ്ടിൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകന്മാർ അന്നുണ്ടായിരുന്നു 11 പേരാണ്. കർത്താവ് വിളിച്ച 11 പേരെ യൂദ കെട്ടിത്തൂങ്ങിച്ചത്തല്ലോ. മത്തിയാസിനെ തിരഞ്ഞെടുത്തു, അവർ ചീട്ടിട്ട് തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടെങ്കിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടത് മിനിമം ഒരു 1000 വീട് കൂട്ടിക്കോ. ഒരു വീട്ടിൽ നിന്ന് 3 പേര് കൂട്ടിക്കോ, 1000 വീട്. 1000 വീടുകളിൽ കത്രിമേശ നടന്നപ്പോൾ ആരാണ് ഈ വീടുകളിൽ കത്രിമേശ നടത്താനായിട്ട് പോയത്? 1000 വീടുകളിൽ ഈ 11 പേര് കയറി അടങ്ങി നടക്കുകയായിരുന്നോ? ഒരിക്കലുമല്ല. പെസക നടത്തുന്നതും അതാത് വീട്ടിലെ ഏറ്റവും മൂത്ത കാരണവരാണ്. മൂത്ത ഏറ്റവും പ്രായമുള്ള വ്യക്തിയാണ് ആ വീട്ടിൽ പെസക നടത്തുന്നത്. അവരെ അകത്ത് കിട്ടിയ ചിത്രം അതുതന്നെയാണ്. അത് അപ്പോസ്തലന്മാരാണ് അവരെ പഠിപ്പിച്ചത്. അങ്ങനെ തന്നെ ഒരു വാക്യമുണ്ട്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊണ്ടും. കണ്ടോ? അപ്പോൾ അങ്ങനെ തന്നെ പ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ വാക്യമുണ്ട്. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്നോട് പൊതുവായിട്ട് ചോദ്യ നിമിത്തം പറഞ്ഞതാണ്. 3-4 മിനിറ്റ് അങ്ങനെ പോയി, സാരമില്ല. നമുക്ക് കർത്താവിൻ്റെ മേശയിലേക്ക് നമുക്ക് വരാം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നമുക്ക് ഇന്ന് രാവിലെ വീണ്ടും നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം മുതലാണ് നാം സാധാരണ വായിക്കാറ്. നീനു ഉണ്ടെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ചാൽ നന്നായിരുന്നു. ആരെങ്കിലും ഒരാൾ സ്ഫുടമായിട്ട് വായിക്കുന്ന ഒരാൾ വായിക്കാമെങ്കിൽ തെറ്റുകൂടാതെ വായിച്ചാൽ നന്നായിരുന്നു. കർത്താവിൻ്റെ മേശയാണ്. 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം മുതൽ അതിൻ്റെ 29-ാമത്തെ വാക്യം വരെ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ആരെങ്കിലും ഒരാൾക്ക് വായിക്കാം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്കുകൂടെ ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. മതി അവിടെ നിൽക്കട്ടെ. നമുക്ക് പരിചിതമായ കണ്ടമാനം വാക്യങ്ങൾ കർത്താവിൻ്റെ മേശയുള്ള ബന്ധത്തിൽ നമ്മൾ ഇന്ന് രാവിലെ വായിക്കുകയായിരുന്നു. ഓക്കെ, കർത്താവിൻ്റെ മേശയിൽ നമ്മുടെ പഴയ പാട്ട് പുസ്തകത്തിൻ്റെ ഒരു പാട്ടുണ്ട്. മഹാത്മ്യം ഇതിനനവധിയുണ്ട് രഹസ്യമേ, മഹാത്മ്യം ഇതിനനവധിയുണ്ട് രഹസ്യമേ, ഏകൻ പോയല്ലോ ബലി കഴിവതിനായി, ഏകൻ പോയല്ലോ ബലി കഴിവതിനായി. അപ്പമൊന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി, അപ്പമൊന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി, തൃപാദം തൊഴുന്ന തന്നുടെ ശിഷ്യർക്ക്, തൃപാദം തൊഴുന്ന തന്നുടെ ശിഷ്യർക്ക്. കർത്താവിൻ്റെ മേശയുള്ള ബന്ധത്തിൽ നാം നിരന്തരമായി പാടുന്ന അനുഗ്രഹീതമായ ഒരു പാട്ടാണ് ഈ പാട്ട്. ഇതിന് കണ്ടമാനം മാഹാത്മ്യമുണ്ട്.
നമുക്കെല്ലാം കൂടെ ഒരു കർത്തൃമേശയിലും പറയാൻ പറ്റുകയില്ല. ഏകദേശം എൻ്റെ ഓർമ്മയിൽ തന്നെ ഞാനൊരു 500ഓളം മെസ്സേജുകൾ ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ അതിനകത്ത് 2-3 പദങ്ങൾ മാത്രം പ്രഖ്യാപിച്ച് ഇത് കഴിക്കുകയാണ്. ഒന്ന്, ഇത് ഒരു ഉടമ്പടിയുടെ മേശയാണ്. ഇത് ഉടമ്പടിയുടെ മേശയാണ്. ഇത് കർത്താവ് ഇത് സ്ഥാപിച്ചെന്ന് കർത്താവ് പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിൽ പുതിയ ഉടമ്പടിയാകുന്നു. എൻ്റെ രക്തത്തിൽ പുതിയ ഉടമ്പടിയാകുന്നു. നിങ്ങൾ ഈ മേശയിലേക്ക് പ്രവേശിക്കുമ്പോൾ, നിങ്ങൾ ഇത് ഭക്ഷിക്കുമ്പോൾ, നിങ്ങൾ ഈ വെളിപ്പാടിൽ വേണം ഭക്ഷിക്കാൻ. നിങ്ങൾ ദൈവം സ്ഥാപിച്ച പുതിയ ഉടമ്പടിയുടെ ഭാഗമാണ്, അതിനകത്ത് നിങ്ങൾ അവകാശികളാണ് എന്ന വെളിപ്പാടിൽ വേണം നിങ്ങൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുവാനായിട്ട്. ഒന്ന്, ഇത് കവനന്റിന്റെ മേശയാണ്. കവനന്റിന്റെ മേശ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഒരു തിരിച്ചറിവുണ്ടാകണം. എന്താണ് കവനന്റിന്റെ മേശ? എന്താണ് കവനന്റ്? 2 വ്യക്തികൾ തമ്മിൽ, 2 രാജ്യങ്ങൾ തമ്മിൽ, 2 സമുദായങ്ങൾ തമ്മിൽ ഒരു പ്രത്യേക കരാറിലേക്ക് വരുന്നതിനെയാണ് കവനന്റ് എന്ന് പറയുന്നത്. കവനന്റ് 3 വിധത്തിലുണ്ട്. ഉയർന്നവൻ താഴ്ന്നവനോട് ചെയ്തതും, തത്തുല്യമായതും, പിന്നെ അടിമയോട് ചെയ്തതും. 3 വിധത്തിലുള്ള കവനന്റുകളുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, നമ്മുടെ പിതാവാം ദൈവം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കൂടെ ഇസ്രായേൽ ഗ്രഹത്തോട്, പിതാവ് പുത്രനിലൂടെ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്ത കവനന്റാണ് പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. ആ പുതിയ ഉടമ്പടിയിൽ മുഴുമാനവകുലത്തെയും അബ്രഹാമ്യ കവനന്റിന്റെ നിവൃത്തിയാകേണ്ടതിന് പിതാവ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന അബ്രഹാമിനോടുള്ള കവനന്റ് പ്രകാരം, വാഗ്ദത്ത പ്രകാരം നമ്മെയും കർത്താവ് ആ ഉടമ്പടിയുടെ ഭാഗമാക്കി. അതുകൊണ്ട് ഇത് ഉടമ്പടിയുടെ മേശയാണ്. ഉടമ്പടിയുടെ മേശയിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? 2 വ്യക്തികൾ തമ്മിൽ ഉടമ്പടിയിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ നടുവിലൂടെ ഉടമ്പടിയെ മൃഗത്തെ പിളർത്തി വെച്ച ശേഷം അവന്റെ നടുവിലൂടെ നടന്ന ശേഷം നടുവിൽ വന്ന് നിന്ന ശേഷം 2 പേരുടെയും കൈകളുടെ അറ്റത്ത് മുറിച്ച് രക്തം അവര് പാനപാത്രത്തിലേക്ക് ഒഴിച്ച ശേഷം അവർ പാനപാത്രം പാനം ചെയ്യും. ഉടമ്പടിയുടെ മീൽ അവർ കഴിക്കും. ഉടമ്പടിയുടെ മീൽ കഴിച്ച് പാനപാത്രം പാനം ചെയ്താൽ ഉടമ്പടിയിൽ ഇവർ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിൽ നിന്ന് 2 പേർക്കും മാറാൻ പറ്റില്ല. ആരെങ്കിലും ഒരാൾ മാറിയയാളെ ഇതുപോലെ പിളർത്തിക്കളയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഉടമ്പടിയുടെ മേശ അല്ലെങ്കിൽ ഉടമ്പടിയുടെ മീല് ഭക്ഷിച്ചാൽ ഇവരകത്തൊരു പുതുക്കം വരികയാണ്. 2 വ്യക്തികൾക്കും ഉടമ്പടിയിൽ നിന്ന് മാറാൻ പറ്റില്ല. അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ ഉടമ്പടിയുടെ മേശ ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ അകത്തുണ്ടാകേണ്ട ധൈര്യം എന്താണ്? ഉടമ്പടി ചെയ്ത ദൈവം ഉടമ്പടിയിൽ കൂടെ നമ്മോട് പറഞ്ഞിരിക്കുന്ന ഒരു കവനന്റിൽ നിന്നും, ഒരു വാഗ്ദത്തത്തിൽ നിന്നും ദൈവത്തിന് മാറാൻ പറ്റില്ല. ഉടമ്പടിയിലുള്ളത് വാഗ്ദത്തങ്ങളല്ല, ഫാക്റ്റുകളാണ്, യാഥാർത്ഥ്യങ്ങളാണ്. എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഒരു സുഖകരമല്ലാത്തൊരു സൗണ്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധന് മഹത്വം, പരിശുദ്ധന് മഹത്വം, പരിശുദ്ധന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ എന്താണ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത്? ഉടമ്പടി, ഉടമ്പടി, ഉടമ്പടി. എന്താണ് അവസാനം പറഞ്ഞ വാചകം? ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ഉടമ്പടിയിൽ നിന്ന് ദൈവത്തിന് മാറാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഉടമ്പടിയുടെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഫെയ്ത്ത് ബൂസ്റ്റ് ആകും. എൻ്റെ നാടൻ ഭാഷ പറയാണ് കേട്ടോ. നിങ്ങൾ അസാധാരണമായ വിശ്വാസമുള്ളവരായി മാറും. ബൈബിളിൽ നമ്മൾ ദൈവം ആദ്യമായിട്ട് ഉടമ്പടി മൃഗത്തെ പിളർത്തി വെച്ച് ചെയ്ത ഉടമ്പടിയായി നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലെ ഉടമ്പടിയാണ്. ആ ഉടമ്പടിയുടെ പ്രത്യേകത, ആ ഉടമ്പടി ചെയ്യാൻ ദൈവം അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാം ചെന്ന് മൃഗത്തെ പിളർത്തി വെച്ചു. അപ്പൊ ആ മൃഗത്തിന്റെ നടുവിലൂടെ യഹോവയാം ദൈവം നടന്ന് ആദ്യം ചെയ്യുന്ന ഉടമ്പടി അതാണ്. എന്താ അത് ചെയ്യാൻ കാരണം?
ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഈ ദേശം അവകാശമായി തരാം. അപ്പൊ അബ്രഹാം ചോദിച്ചു, അത് എന്തോന്നിനാൽ അറിയാം? അപ്പോഴാണ് തമ്പുരാൻ പറഞ്ഞത്, നീ മൃഗത്തെ കൊണ്ടുവരിക. അപ്പൊ മൃഗത്തെ കൊണ്ടുവന്ന് പിളർത്തി വെച്ചവന്റെ നടുവിലൂടെ നടന്നാൽ തമ്പുരാൻ പറഞ്ഞ വാക്കിൽ നിന്ന് തമ്പുരാനും മാറാൻ പറ്റില്ല. ദൈവം നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് പറയുമ്പോൾ, ഞാൻ നിന്നെ സൗഖ്യമാക്കും, അതൊരു വാഗ്ദത്തമാണ്. ഞാൻ നിന്നെ വിടുവിക്കും, അതൊരു വാഗ്ദത്തമാണ്. ഞാൻ നിന്നെ എന്നെ പോലെ ആക്കും, അതൊരു വാഗ്ദത്തമാണ്. ഞാൻ നിന്നെ ഉപയോഗിക്കും, അതൊരു വാഗ്ദത്തമാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കണ്ടമാനം വാഗ്ദത്തങ്ങൾ നമുക്ക് കാണാം. പക്ഷെ ഉടമ്പടിയുടെ പ്രത്യേകത, ഉടമ്പടിക്കകത്ത് വാഗ്ദത്തങ്ങളില്ല. ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ നിവർത്തിക്കപ്പെട്ടതാണ്. അതിന് മാറാൻ പറ്റില്ല. സൗഖ്യമാകുമെന്ന് പറഞ്ഞാൽ സൗഖ്യമായിരിക്കും. സ്തോത്രം. കാരണം ഉടമ്പടിയാണത്. ഉടമ്പടിയാണ്, വാഗ്ദത്തമല്ല. എനിക്ക് ഇഷ്ടമുള്ളപ്പം തന്നെ സൗഖ്യമാക്കാന്നല്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ അസാധാരണമായ അത്ഭുതങ്ങൾ നിവർത്തിക്കുവാൻ 20-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ നൂറ്റാണ്ടുകളായി ദൈവം ഉപയോഗിച്ച അഭിഷിക്തന്മാർ മുഴുവൻ അവരുടെ പ്രാർത്ഥനകളിൽ, അവരുടെ യാത്രകളിൽ അവർ ഉടമ്പടിയുടെ മേശ ഭക്ഷിക്കാൻ കാരണം, കത്രുമേശ ഭക്ഷിക്കാൻ കാരണം, കത്രുമേശയുടെ എലമെന്റ്സ് അവരുടെ കൈക്കകത്ത് കൊണ്ടു നടന്ന് എപ്പോൾ സ്പിരിച്വൽ നിയോഗം കിട്ടുന്നുവോ അപ്പോൾ അവർ അത് ചെയ്യാൻ കാരണമെന്ന് പറയുന്നത് അവരുടെ അകത്തു വ്യാപരിച്ച ആത്മതലമാണ്. അപ്പം ഇനി കത്രുമേശയിലേക്ക് നമ്മൾ വരികയാണ്. ഓക്കെ, ഇത് ഉടമ്പടിയുടെ മേശയാണ്. അപ്പം ദൈവവുമായിട്ട് നാം ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വന്നിരിക്കുന്നു. നാം ഉടമ്പടിയുടെ മക്കളാണ്. ഈ വെളിപ്പാട് വേണം നിങ്ങൾ ഭക്ഷിക്കാൻ. ഞാൻ ഉടമ്പടിയിലേക്ക് വരികയാണ്. ഞാൻ ഉടമ്പടിയിലേക്ക് വന്നാൽ എൻ്റെ കുടുംബത്തിന്റെ സകല വിഷയങ്ങളും ദൈവം ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടിയാണ്. ദൈവത്തിന്റെ ഗ്യാരണ്ടി നിന്റെ അകത്തുണ്ടാകും. അല്ലാത്തടത്തോളം കാലം നമ്മൾ ദൈവത്തോട് നിലവിളിക്കുകയായിരിക്കും. ദൈവമേ കരുതണമേ, സഹായിക്കണമേ, പരിപാലിക്കണമേ, നടത്തണമേ, ഇരുത്തണമേ, വരണമേ, പോകണമേ. പക്ഷെ കവനന്റ് റിലേഷൻഷിപ്പ് വന്നാൽ പിന്നെ അത് നിന്റെ സുരക്ഷിതത്വവും നിനക്ക് വേണ്ടി തുറക്കേണ്ട ഉറവുകളും നിന്റെ അവകാശമാണ്. ലിൻസി എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും, സജി അത് എടുത്തോട്ടെ, അല്ലെങ്കിൽ നീ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? ഞാൻ എൻ്റെ പേഴ്സ് അവിടെ വെച്ചിട്ടുണ്ട്, എൻ്റെ കാർഡ് അവിടെ വെച്ചിട്ടുണ്ട്. എനിക്കുള്ളത് മൊത്തം നിന്റെയാണ്, നിനക്കുള്ളത് മൊത്തം എൻ്റെയാണ്. ഇതാണ് കവനന്റ് റിലേഷന്റെ പ്രത്യേകത. ഇതുപോലെ ദൈവത്തിന്റെ വചനത്തിനകത്ത് ദൈവാത്മ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ മുഴുവൻ നമ്മുടെ അവകാശമാണ്. അത് പ്രൊക്ലെയിം ചെയ്ത് അത് അവകാശമാക്കുന്ന സ്ഥലമാണ് കത്രുമേശ. അതെങ്ങനെ എടുക്കുന്നത്? വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്താല. നാം ഇവിടെ വിശ്വസിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അവിടെ എക്സിക്യൂട്ടറായിട്ട് ഒരുവൻ ഇരിക്കുന്നുണ്ട്. പുതിയ ഉടമ്പടിയുടെ എക്സിക്യൂട്ടറായിട്ട് അവിടെ ഒരുവൻ ഇരിക്കുന്നുണ്ട്. പുതിയ ഉടമ്പടിയുടെ എക്സിക്യൂട്ടറായ നമ്മുടെ കർത്താവ് നിങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ നിങ്ങളിലേക്ക് അവൻ എഴുതി ചേർക്കുന്നവനാണ്. നിങ്ങളിലേക്ക് അവൻ തുറക്കുന്നവനാണ്. നിങ്ങൾ വെളിപ്പാടിലാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ, വിശ്വാസത്തിലാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ, ഇന്ന് രാവിലെ പ്രഖ്യാപിക്കുന്നത് നിങ്ങളുടെ കുടുംബങ്ങളുടെ അകത്ത് നടന്നിരിക്കും. ഒരു സംശയം വേണ്ട. ഇനി അതിനകത്ത് ഒരു വാക്ക് അതിൻ്റെ 26-ാമത്തെ വാക്യം. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു. യേശുക്രിസ്തു മരിച്ചു എന്ന് നമ്മൾ പ്രഖ്യാപിക്കാറുണ്ട്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പകരമായി കാൽവരി കുലത്തുള്ളത് നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇത് ഞാൻ പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ ഞാൻ പ്രസ്താവിച്ചതാണ്. യേശുവിന്റെ മരണം ഞാൻ പ്രഖ്യാപിച്ചു. എന്നാൽ ഇവിടെ ബൈബിൾ പറയുകയാണ്, നമ്മൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ നമ്മൾ മരണം പ്രഖ്യാപിക്കുകയാണ്. അത് വാഗൊണ്ട് പ്രഖ്യാപിക്കുന്നതല്ല, നാം ചെയ്യുന്ന പ്രക്രിയ ഒരു പ്രഖ്യാപനമാണ്. ശരി, നിങ്ങൾക്കത് സെൻസ് ചെയ്യാൻ പറ്റിയോ? ഞാനിപ്പോ സംസാരിക്കുമ്പോൾ എന്തിനാ ഞാൻ ഈ കൈ കാണിക്കുന്നത്? എന്തിനാ സംസാരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു സംസാരിച്ച പോലെ? അപ്പൊ സംസാരിക്കുന്നതിനനുസരിച്ച് എന്നിൽ നിന്നൊരു ആക്ഷൻ വെളിപ്പെടുന്നു. ആക്ഷനകത്തൊരു ഭാഷയുണ്ട്. ഇതുപോലെ നിങ്ങൾ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയും
നിങ്ങൾ അവന്റെ അപ്പം അല്ലെങ്കിൽ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ യേശുവിന്റെ മരണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പറയാതെ പ്രഖ്യാപിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ അവന്റെ മരണം പ്രഖ്യാപിക്കുക. അവന്റെ മരണം നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ വാഗൊണ്ട് പറയാതെ തന്നെ പ്രഖ്യാപിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഈ തലം നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഈ കുറെ ആൾക്കാർ പറയാറുണ്ട്, അവരുടെ വീട്ടിൽ ഭയങ്കര പോരാട്ടമാണ്, ഭയങ്കര പ്രശ്നമാണ്, വരത്തുപോക്കാണ്, പാരമ്പര്യ പോരാണ്. ഇതെങ്ങനെ പൊളിയുന്നേ? ഒക്കെ ഞാൻ സമ്മതിച്ചു, പാരമ്പര്യ പോരാട്ടമുണ്ട്, കൈമാറ്റങ്ങളുണ്ട്, ഒക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇതെങ്ങനെ പൊളിയും? ഇത് പൊളിയാനുള്ള ഒറ്റ സ്ഥലം എന്ന് പറയുന്നത് യേശുവിന്റെ ക്രൂശാണ്. നിങ്ങളുടെ സകല പാപങ്ങളെയും, നിങ്ങളുടെ സകല ശാപങ്ങളെയും, നിങ്ങളുടെ സകല പാരമ്പര്യ കൈമാറ്റങ്ങളെയും തകർത്ത ഏക സ്ഥലം യേശുവിന്റെ ക്രൂശാണ്. ആദാമ്യ പാപത്താൽ വന്ന ശാപം, ന്യായപ്രമാണ ലംഘനത്താൽ വന്ന ശാപം, പിതാക്കന്മാർ ചെയ്ത പാപപ്രവൃത്തികളാൽ വരുന്ന ശാപം, ഇങ്ങനെ ശാപത്തിന്റെ കൊടും കെട്ടുകൾ ചുമന്നുകൊണ്ട് മടക്കുന്ന മാനവകുലത്തിന്റെ കുടുംബങ്ങളിൽ നിന്ന് ശാപത്തിന്റെ അടിവേരുകൾ അറുത്തുമാറ്റുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും അമൂല്യമായ ശുശ്രൂഷയാണ് കർത്താവിന്റെ മേശ എന്ന് പറയുന്നത്. വിശ്വാസത്തോടെ ഇന്ന് രാവിലെ നിങ്ങൾ ഇത് പ്രഖ്യാപിക്കുമ്പോൾ, ഇനി നിങ്ങൾ മിണ്ടാതിരുന്നാൽ പോലും, നിങ്ങൾ ഇത് ധ്യാനിച്ചു ഭക്ഷിക്കുമ്പോൾ പോലും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഭവനങ്ങളുടെ അകത്ത് അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. എന്താണ് അവന്റെ മരണത്തിൽ നടന്നത്? അവന്റെ മരണത്തിൽ നടന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ 4000 അല്ല, ആദാമ്യ വർഗത്തിന്റെ മേൽ കഴിഞ്ഞ 5000 ചില വർഷമായി വാണുകൊണ്ടിരുന്ന പൈശാചിക സാമ്രാജ്യത്തിന്റെ അധികാരങ്ങളെ, വാഴ്ചകളെ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടിയത് ഇന്ന് രാവിലെ നമ്മൾ പ്രഖ്യാപിക്കുക, നമ്മുടെ വീട്ടിൽ പ്രഖ്യാപിക്കുക. എന്താ ഇപ്പൊ സംഭവിക്കുന്നത്? കുടുംബത്തിന്റെ മേൽ, തലമുറകളുടെ മേൽ, സമ്പത്തിന്റെ മേൽ, ഏതൊക്കെ മേഖലകളുടെ മേലാണോ പിശാചേ നീ വാണുകൊണ്ടിരിക്കുന്നത്, അതിന്റെ മേൽ മുഴുവൻ നമ്മൾ ജയം പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ അതിവിടെ പ്രഖ്യാപിച്ചാൽ സ്വർഗം അത് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ ഭവനങ്ങളുടെ അകത്ത് നിങ്ങൾ ഈ മേശ എടുക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളുടെ ആത്മതലത്തിൽ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി നടക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ, ചിലർക്കത് അറിയാം, ചിലർക്കത് അറിയില്ല. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഭവനങ്ങളുടെ ആത്മതലത്തിനകത്ത് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ വെളിപ്പെട്ടതിന്റെ റിസൾട്ടുകൾ വെളിപ്പെടാൻ പോവുകയാണ്. അതുവരെ വാണിരുന്ന് മുഴുവൻ അഴിഞ്ഞു മാറും. മരണത്തെ പ്രഖ്യാപിക്കുന്നതാണ് കർത്തൃമേശ. മരണത്തെ പ്രഖ്യാപിക്കുന്നതാണ് കർത്തൃമേശ. അവന്റെ മരണത്തിൽ എന്തൊക്കെ കൈമാറ്റങ്ങൾ കാൽവറിയിൽ നടന്നോ അത് മുഴുവൻ നിന്റേതായി മാറിയെന്ന് പ്രഖ്യാപിക്കുന്നതാണ് കർത്തൃമേശ. ഒന്ന്, മരണത്തെ പ്രഖ്യാപിക്കുന്നതാണ് കർത്തൃമേശ. അവിടെയാണ് ശാപക്കെട്ടുകൾ അഴിയുന്നത്. നമ്മുടെ ആളുകൾ കണ്ടമാനം ശാപം മുറിക്കുന്ന അല്ലെങ്കിൽ ശാപം അഴിക്കുന്ന ശാപം മുറിക്കുന്ന സെക്ഷനുകൾ ചെയ്യാറുണ്ട്. അതിനകത്ത് ദൈവം പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ ശരീരത്തിൽ അവ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മറുഭാഗം ഞാൻ പറയുന്നു, ഒരു ശാപം പോലും നിന്നിൽ തുടരാതെ വണ്ണം സകലതും അഴിയുന്ന സ്ഥലമാണ് കർത്താവിന്റെ മേശ. ഒരു ശാപം നിൽക്കുകയില്ല. ഒരു ആമേൻ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കർത്താവിന്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ കേട്ടുകൊണ്ടിരിക്കരുത്. നിങ്ങൾ ഇത് സൂം മീറ്റിംഗ് ആയതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ദൈവത്തോട് പ്രതികരിക്കാതിരിക്കരുത്. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇന്ന് രാവിലെ ഇത് പ്രഖ്യാപിക്കണം. എന്റെ കുടുംബത്തിൽ, എന്റെ മേലോ, എന്റെ തലമുറയുടെ മേലോ, എന്റെ കുടുംബത്തിന്റെ മേലോ ഏതെങ്കിലും നിലകളിൽ ബൈബിളിനകത്ത് ശാപം ഉണ്ടാകുമോ? കർത്താവിനെ സ്നേഹിക്കാത്തവന് ശപിക്കപ്പെട്ടവനെന്ന ബൈബിൾ വാക്യമുണ്ട്. കർത്താവിനെ സ്നേഹിക്കാത്ത, അത് ലേഖനത്തിൽ സഭയോട് പറഞ്ഞിരിക്കുകയാണ്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശപിക്കപ്പെട്ടവനെന്ന് ഗലാത്യ ലേഖനത്തിൽ വാക്യമുണ്ട്. അപ്പോൾ നാം വളരേണ്ട വളർച്ച വളരാതിരുന്നാൽ, വെളിപ്പെടേണ്ട സ്വഭാവം വെളിപ്പെടാതിരുന്നാൽ നമ്മുടെ മേൽ ശാപത്തിന് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. 2, കർത്താവിനെ സ്നേഹിക്കാത്തവന് ശപിക്കപ്പെട്ടവൻ. 3, നിങ്ങളുടെ ശാപങ്ങൾ കാൽവറിയിൽ കർത്താവിന്റെ കാൽവരി മരണത്തിലൂടെ തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാതിരുന്നാൽ, അത് വെളിപ്പാടാകാതിരുന്നാൽ നിങ്ങളുടെ മേലുള്ള ശാപം പിന്നെയും തുടരും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കണം. കണ്ടോ? അപ്പോൾ ഇത് പുതിയ ഉടമ്പടി മാത്രമല്ല, ഇത് കർത്താവിന്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ അവന്റെ ശരീരത്തെ വിവേചിച്ച് ഭക്ഷിക്കണം.
അതെന്താ? അവന്റെ ശരീരത്തെ വിഭജിച്ച് ഭക്ഷിക്കേണ്ടത്? നിങ്ങളുടെ ആദാമിൽ നിന്ന് വന്ന സകലതും അവന്റെ ശരീരത്തിലേക്ക് പിതാവാം ദൈവം കൈമാറി. അപ്പോൾ ആ കൈമാറ്റം നടന്നെങ്കിൽ ഇനി നിങ്ങളിൽ രോഗമോ ബലഹീനതയോ മരണമോ നിങ്ങളുടെ ബോഡിയിൽ വെളിപ്പെടരുത്. അത് മുഴുവൻ അവന്റെ ശരീരത്തിൽ വന്നു. അതുകൊണ്ട് അവിടെ പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അൺവർത്തി മാനറിൽ നിങ്ങൾ അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യരുത്. കട്ടൻ കാപ്പി കഴിക്കുന്ന പോലെ കുടിക്കരുത്. 2 മിനിറ്റ് കൊണ്ട് എടുത്ത് ഭക്ഷിക്കരുത്. നിങ്ങൾ ചില മിനിറ്റുകൾ ധ്യാനിച്ച് ഇതെന്താണെന്നുള്ള വെളിപ്പാടിൽ അത് പ്രഖ്യാപിച്ച് നിങ്ങൾ ഇത് പാനം ചെയ്യണം. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. അവിടെ ഒരു വാക്യമുണ്ട്, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യാൻ. അവിടെ ശോധന ചെയ്യാന്ന് പറയുമ്പം നിങ്ങളുടെ ജീവിതം മൊത്തം ശോധന ചെയ്യാനല്ല, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്താണോ ഇത് ചെയ്യുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. മലയാളത്തിൽ അത് ശരീരത്തെ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. തെറ്റാണത്. അവിടെ ഇംഗ്ലീഷിൽ നിങ്ങൾക്കറിയാം, കർത്താവിന്റെ ശരീരത്തെ നിങ്ങൾ വിവേചിക്കണം. കർത്താവിന്റെ ശരീരത്തെ നിങ്ങൾ വിവേചിക്കണം. കർത്താവിന്റെ ബോഡിയിലാണ് അവൻ മുഴുവൻ ചുമന്നത്. അപ്പൊ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കുവാനായിട്ട് 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പറയുന്നു, 29-ാം വാക്യത്തിൽ പറയുന്നു. കാരണം എന്താ? നിങ്ങൾക്കുള്ളത് മുഴുവൻ അവന്റെ മേൽ അവൻ ചുമത്തി. എന്നിട്ട് പറയുകയാണ്, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, നമ്മുടെ മേൽ മറ്റൊരു വിധി വന്നു കഴിഞ്ഞു. നിങ്ങളുടെ മേൽ ആ വെളിപ്പാട് നിങ്ങളുടെ അകത്തുണ്ടാകണം. നിങ്ങളുടെ മേൽ യേശുവിന്റെ മരണത്താൽ ഒരു നീതീകരണ വിധി വന്നു കഴിഞ്ഞു. ഞാൻ എൻ്റെ അകത്ത് പെട്ടെന്ന് ഓർമ്മ വരുന്ന വാക്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു വാക്യം നിങ്ങൾക്ക് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. അവിടെ ഇങ്ങനെയുണ്ട്, ഏകന്റെ പാപം ശിക്ഷാവധി കൽപ്പിക്കാൻ ഹേതുവായി തീർന്നു, കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. കണ്ടോ, നിങ്ങളുടെ മേലൊരു നീതീകരണ വിധി വന്നു കഴിഞ്ഞു. എപ്പോൾ? യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ നിങ്ങളുടെ മേലൊരു നീതീകരണ വിധി വന്നു കഴിഞ്ഞു. അപ്പൊ നീതീകരണ വിധി നിങ്ങളുടെ മേൽ വന്നെങ്കിൽ ആ കർത്താവിന്റെ ശരീരത്തിന്മേൽ അവൻ സഹിച്ച കഷ്ടാനുഭവങ്ങളാൽ നിങ്ങളുടെ മേൽ നീതീകരണ വിധി വന്നെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ ശരീരത്തെ വിവേചിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്? ഇത് ഭക്ഷിക്കുവാനായിട്ട്. അപ്പൊ കർത്താവിന്റെ ശരീരത്തിനകത്ത് നിങ്ങളുടേത് മുഴുവൻ, ആദാമിൽ നിന്ന് വന്നത് മുഴുവൻ അവൻ വഹിച്ചു. ഇനി കർത്താവിന്റെ ശരീരത്തെ നിങ്ങൾ വിവേചിച്ച് ഭക്ഷിക്കുമ്പോൾ നിങ്ങളിലുള്ളത് മുഴുവൻ കർത്താവിലേക്ക് കൈമാറ്റം ചെയ്ത വെളിപ്പാടുണ്ടാവുകയും നിങ്ങൾ കർത്താവിന്റെ ശരീരത്തിന്റെ ഫെല്ലോഷിപ്പ് ജീവിക്കും. അതാണ് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 15-16 വാക്യത്തിൽ നാം കാണുന്നത്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ. കണ്ടോ, അപ്പോൾ നാം നുറുക്കുന്ന അപ്പം എന്താണ്? നാം നുറുക്കുന്ന അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. അപ്പോൾ കർത്താവിന്റെ ശരീരത്തെ നിങ്ങൾ വിവേചിച്ച് വേണം ഭക്ഷിക്കാൻ. ആ ശരീരം ഏതാണ്? അത് കാൽവറിയിൽ അടക്കപ്പെട്ട ശരീരമാണ്, കാൽവറിയിൽ തകർക്കപ്പെട്ട ശരീരമാണ്. ആ ശരീരത്തെ നിങ്ങൾ വിവേചിക്കുമ്പോൾ നിങ്ങളിലുള്ളത് മുഴുവൻ അവൻ കൈമാറി എന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്ത് വരും. നിങ്ങളിലുള്ളത് ക്യാൻസൽ ആകുന്നത് അവിടെയാണ്. എന്നിട്ട് രണ്ടാമത് പറയുകയാണ്, നിങ്ങൾ ഈ അപ്പം തിന്നുമ്പോൾ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ. നമ്മളിപ്പോൾ അപ്പം എടുത്ത് നുറുക്കാൻ പോവുകയാണ്. കർത്താവ് എന്താ ചെയ്തത്? നമ്മുടെ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്തു. രാത്രി അവൻ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. കണ്ടോ, അപ്പൊ കർത്താവിന്റെ ശരീരമാണോ അത്? ശരീരത്തിന്റെ കൂട്ടായ്മയുള്ള അപ്പമാണോ അത്? അപ്പോൾ ആ കൂട്ടായ്മയുള്ള അപ്പം ഏതാണ്? ആദാമിന്റെ പാപം ചുമന്ന ശരീരമാണോ നിങ്ങളുടെ അകത്ത് കൂട്ടായ്മയുമായിട്ട് വന്നപ്പോ? അല്ല, ആ കർത്താവിന്റെ മരണസമയത്തുള്ള ബോഡിയിലാണ് നിങ്ങളുടേത് മുഴുവൻ വഹിച്ചത്. ഇപ്പോൾ നിങ്ങളുമായിട്ട് കൂട്ടായ്മയുള്ള ശരീരം ഏതാണ്? അവന്റെ റിസറക്റ്റഡ് ബോഡിയാണ്. അവന്റെ പുനരുദ്ധാന ശരീരത്തിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ നിങ്ങളുമായി ഇപ്പോൾ കൂട്ടായ്മയിലാണ്. ഒരാമൻ ധൈര്യത്തോടെ പറയാമെങ്കിൽ പറഞ്ഞോ. അവൻ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു. അവൻ ജീവന്റെ പുതുക്കത്തിൽ അവൻ പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റു. ഇപ്പോൾ മുതൽ ഇനി നിങ്ങൾ ഇനി ജീവിക്കുന്നത് അവന്റെ ജീവനിലാണ്, അവന്റെ റിസറക്റ്റഡ് ലൈഫിലാണ് ജീവിക്കുന്നത്. ഈ ലൈഫ് നിങ്ങളുടെ അകത്ത് തുറക്കുമ്പോൾ നിങ്ങൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന്റെ ഉള്ളിൽ ജീവനുണ്ട്.
ഓ റാബാന ഷസ്കനാദിന. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന്റെ ഉള്ളിൽ ജീവനുണ്ട്. ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും. ഞാൻ പറഞ്ഞ വാക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ വാക്കാണത്. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന്റെ ഉള്ളിൽ നിത്യജീവനുണ്ട്. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. കണ്ടോ, ഒരു പരസ്പരാധിവാസം, തമ്മിൽ ഇൻഡ്വെല്ലിംഗ് ചെയ്യുന്ന ഒരു റിലം ഇവിടെ ഓപ്പൺ ആവുക. ഇന്ന് രാവിലെ നമ്മൾ വീണ്ടും ഇത് ഭക്ഷിക്കുമ്പോൾ നമ്മൾ ഭക്ഷിക്കുന്നത് അവന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയുള്ള അപ്പമാകിയാൽ, അവന്റെ രക്തത്തിന്റെ കൂട്ടായ്മയുള്ള പാനപാത്രമാകിയാൽ നമ്മുടെ അകത്ത് അവന്റെ നിത്യജീവൻ നമ്മിൽ ഒന്നുകൂടെ ശക്തിയോടെ ബലപ്പെടുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളുടെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പദങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുകയാൽ ഈ വെളിപ്പാട് നിങ്ങൾ ഇത് ഭക്ഷിക്കുമ്പോൾ നിങ്ങളിൽ അവന്റെ ജീവൻ തുറക്കും. ജീവൻ തുറക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? സകല രോഗവും സൗഖ്യമാകും. ജീവൻ തുറന്നാൽ മരണം ക്യാൻസലാകും. ജീവൻ തുറന്നാൽ ശാപം ക്യാൻസലാകും. ജീവൻ തുറന്നാൽ ബലഹീനത ക്യാൻസലാകും. സമയത്തിന് മുമ്പ് നിങ്ങൾ മരിക്കില്ല. ഒരു പിശാചിനും നിങ്ങളെ അവസാനിപ്പിക്കാൻ പറ്റുകയില്ല. നിങ്ങളുടെ ജീവിതം ബ്ലെസ്സഡ് ആയി മാറും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരും. അതാണ് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. ഇത് അനുഗ്രഹപാത്രമാണ്. എന്തുകൊണ്ടാണ്? യേശുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപത്തെയും മോചിച്ചു. യേശുവിന്റെ രക്തം നിങ്ങളെ വീണ്ടെടുത്തു. യേശുവിന്റെ രക്തം നിങ്ങളെ നീതീകരിച്ചു. യേശുവിന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്തു. യേശുവിന്റെ രക്തം നിങ്ങളെ നിരപ്പിച്ചു. യേശുവിന്റെ രക്തം പിശാചിന്റെ മേൽ നിങ്ങൾക്ക് ജയം നൽകി. യേശുവിന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. ആ രക്തത്തിന്റെ കൂട്ടായ്മയുള്ള പാനപാത്രം. ഇത് പാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ സകല പാപവും കർത്താവ് ക്ഷമിച്ചെങ്കിൽ, നിങ്ങളെ നിരപ്പിച്ചെങ്കിൽ, പാപത്തിന്റെ പ്രായശ്ചിത്തം നടന്നെങ്കിൽ, ഇനി നിങ്ങളുടെ മേൽ തുറക്കുന്നത് ബ്ലെസ്സിംഗ് ആണ്, അനുഗ്രഹമാണ്. നിങ്ങളത് പ്രഖ്യാപിക്കണം. നിങ്ങളിത് കേട്ടിട്ട് വെറുതെ ഇത് ഭക്ഷിച്ച് അവസാനിപ്പിക്കരുത്. നിങ്ങളിത് പാനം ചെയ്യുമ്പോൾ നിങ്ങൾ അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. ഇത് പുതിയ ഉടമ്പടിയുടെ മേശയാണ്. നിങ്ങൾ അവനെ ഓർക്കുകയാണ്. നിങ്ങൾ അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. അവന്റെ ശരീരത്തെ നിങ്ങൾ വിവേചിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ ശോധന ചെയ്യുകയാണ്. നിങ്ങളുടെ മേൽ നീതീകരണ വിധി വന്നിരിക്കുന്നത് വെളിപ്പാടിൽ നിങ്ങളിത് വാങ്ങി പാനം ചെയ്യുമ്പോൾ, നിങ്ങളിത് വിവേചിച്ച് ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗങ്ങൾ, ബലഹീനതകൾ, നിങ്ങളുടെ മേലുള്ള സകലതും, ആദാമ്യ പാപത്തിൽ വന്ന സകലതും ക്യാൻസലാകും. നിങ്ങളുടെ മേൽ ബ്ലെസ്സിംഗ് ഓപ്പൺ ആകും. ദാരിദ്ര്യം ക്യാൻസലാകും. അപമാനം ക്യാൻസലാകും. തിരസ്കരണം ക്യാൻസലാകും. മരണം ക്യാൻസലാകും. നിങ്ങളിൽ ആദാമിൽ നിന്ന് വന്ന സകലതും ക്യാൻസലാവുകയും ക്രിസ്തുവിൽ കൂടെ ഉള്ളത് മുഴുവൻ നിങ്ങളിൽ തുറക്കുകയും ചെയ്യും. നിങ്ങൾ അബ്രഹാമിന്റെ അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. ദാവീദ് കവനന്റിനകത്തുള്ള അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. എത്ര പേർ ഇന്ന് രാവിലെ ഈ കേട്ട വചനം വിശ്വസിക്കുന്നവർ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, ചില മിനിറ്റുകൾ നിങ്ങളുടെ മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് കേട്ട വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ചില മിനിറ്റുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു. എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചില മിനിറ്റുകൾ ഇതെല്ലാം ധ്യാനിച്ച് ഷാദൽ ഖനാദിരാധന അൽക്കഥന ഘടക, ഇത് നിന്റെ ഭവനത്തിന്മേൽ നിന്നിൽ ഇന്ന് രാവിലെ ഇത് തുറക്കാൻ പോവുകയാണ്. ഷാദൽ ഘടകഥന, നിങ്ങൾ അത് പ്രഖ്യാപിക്കണം കേട്ടോ. നിങ്ങളത് പ്രഖ്യാപിക്കണം. നിങ്ങളുടെ ആദരങ്ങൾ തുറന്നത് പ്രഖ്യാപിക്കണം. നിങ്ങളത് പ്രഖ്യാപിക്കുമ്പോൾ ഒരു എക്സിക്യൂട്ടർ നിങ്ങളിലേക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ലാബൽ ലഘുദുരാധന പൗഷബന ഘടകഥന, യേശുവിന്റെ കാൽവറിയിൽ നടന്ന കൈമാറ്റങ്ങൾ മുഴുവൻ ഷാദൽ ഘടകഥന അന്തൽ ഘടകഥ നിങ്ങളുടെ പ്രഖ്യാപനമാണ്, നിങ്ങളുടെ വിവേചനമാണ്, നിങ്ങൾ ശോധന ചെയ്യുന്നതിനാലാണ്, നിങ്ങളുടെ മേലുള്ള വിധിയെ കുറിച്ചുള്ള വെളിപ്പാടിനാലാണ് ഇത് സംഭവിക്കും. റാദൽ ഖനാദിനാഥന അന്തൽ പ്രൗഷബന ഘടകഥന. അതരങ്ങൾ തുറന്ന് അന്യഭാഷ പ്രാർത്ഥിച്ചു. ഇത് അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി അൺഫ്രൂട്ട്ഫുള്ളായി മാറും. നിങ്ങളുടെ ബുദ്ധി അപലമാവുകയും ഡിവൈൻ ട്രൂത്തുകൾ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് തുറക്കുകയും ചെയ്യും. ഷാബൽ ഘടകഥന, നിങ്ങൾ ഒരു ശാപമല്ല, നിങ്ങൾ ഒരു രോഗിയല്ല, നിങ്ങൾ ഷാബൽ ഘടക, നിങ്ങൾ അപമാനിതനല്ല. ഷബൽ ഘടകഥനാഥന, നിങ്ങൾ പാപത്തിലല്ല. നിങ്ങളുടെ മേലെ പാപത്തിന്റെ കയറുകൾ പൊട്ടും. പാപത്തിന്റെ ശിക്ഷ ഇനി നിങ്ങൾ വഹിക്കേണ്ട. ക്രിസ്തു മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു ശാപമായി തീർന്നതിനാൽ നിങ്ങൾ ഇത് ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മേലെ ശാപവും
എല്ലാ ബൗണ്ടറികളും പൊട്ടും. ചില കുടുംബങ്ങളുടെ മേൽ കണ്ടമാനം ബൗണ്ടറികളുണ്ട്. അവന്റെ ശരീരം മുഴുവൻ അവൻ മുറിവുകളാൽ മുറിവേൽപ്പിക്കപ്പെട്ടു. അവൻ കിരാതന്മാരായ യഹൂദന്മാരാൽ അവൻ കഠോരമായി മുറിവേൽപ്പിക്കപ്പെട്ടു. അവൻ അപമാനിക്കപ്പെട്ടു. ഇന്ന് രാവിലെ അവന്റെ മേൽ എന്താണോ നടന്നത് അത് മുഴുവൻ നിന്നിലും അഴിഞ്ഞു മാറും, നിന്നിലും അഴിഞ്ഞു മാറും, നിന്നിലും അഴിഞ്ഞു മാറും. ഇന്ന് രാവിലെ അത് അഴിഞ്ഞു മാറട്ടെ. എവിടെയാണോ പരിശുദ്ധാത്മ നിന്നെ തൊട്ടത് ഇന്ന് രാവിലെ അത് പ്രഖ്യാപിക്കുക. നിങ്ങളുടെ മക്കളെ ബ്ലസ് ചെയ്യുക. നിങ്ങളുടെ തലമുറകളെ മക്കളെ ഓരോരുത്തരുടെ പേര് ചൊല്ലി ബ്ലസ് ചെയ്യുക. ഷാബൽ ഘടകതന, നിങ്ങൾ കവനന്റിന്റെ മേശയ്ക്കകത്താണ് നിൽക്കുന്നത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ ഒരു വ്യക്തി വിശ്വസിച്ചാൽ നിന്റെ കുടുംബത്തിനകത്ത് രക്ഷ വെളിപ്പെടും. അത് പല മേഖലകളിൽ അതിന്റെ റിസൾട്ടുകൾ തുറന്നു വരും. ദൈവം നിന്നെ അബണ്ടന്റിനെ ബ്ലസ് ചെയ്യും. നിന്റെ റിസോഴ്സസുകളെ, നിന്റെ സോഴ്സുകളെ ഇന്ന് രാവിലെ ദൈവം ബ്ലസ് ചെയ്യും. ഷാബൽ ഘടകതന, നിന്റെ ഭവനം ബ്ലസ്സഡ് ആയി മാറും. ഷാബൽ ഘടകവന, നിന്റെ കുടുംബത്തിന്മേൽ ശാപം വാഴുകയില്ല. നിന്റെ കുടുംബത്തിന്മേൽ കവനന്റിന്റെ ബ്ലെസ്സിങ്ങൾ തുറന്നു വരും. ഷാദൽ ഖനഗതുര അത്തുര ധനപ്രവശമന അന്തൽ പ്രൗഢമന. നാം അവന്റെ രക്തത്തിന്റെയും അവന്റെ ശരീരത്തിന്റെയും കൂട്ടായ്മയുള്ള അപ്പവീഞ്ഞങ്ങളാണ് നാം പാനം ചെയ്യാൻ പോകുന്നത്. ഈ സമയത്ത് നാം അത് പാനം ചെയ്യുമ്പോൾ, ഈ സമയത്ത് നാം അത് ഭക്ഷിക്കുമ്പോൾ, ഷാബൽ ഘടകതന അന്തൽ പ്രൗഢമന ഘടകവന, ഈ സമയത്ത് നാം അത് പാനം ചെയ്യുമ്പോൾ റോബന ഹർഷസ് കനാദിനാദന, ആത്മാവിൽ അത് പ്രഖ്യാപിച്ചു. സകല ശാപ കയറുകളും അഴിഞ്ഞു മാറും. ഷംബൽ ഘടകതന അബ്ദുൽ പ്രൗഢമന ഘടകവന, യേശുവിന്റെ ക്രൂശിലെ മരണം ഷാദൽ ഘടകതന നിന്റെ സകല ശാപത്തെയും, നിന്റെ സകല പാപത്തെയും, നിന്റെ സകല രോഗത്തെയും ഷാബൽ ഘടകത ചുമന്നവാണെങ്കിൽ ഇന്ന് രാവിലെ അവന്റെ മരണത്തെ, അവന്റെ ശരീരത്തെ വിവേചിക്കുക. ഇവിടെയാണ് നിന്റെ ശാപ കയറുകൾ അഴിയുന്നത്. ഇവിടെയാണ് നിന്റെ രോഗ കയറുകൾ അഴിയുന്നത്. എന്റെ മാംസത്തിന്റെയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന്റെ ഉള്ളിൽ ജീവനുണ്ട്. ഇപ്പോൾ ആ ജീവൻ തുറക്കുമ്പോൾ ഷാബൽ ഘടകതന വിശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുക. നിനക്ക് നിന്റെ ഭവനത്തിന്റെ ഡെസ്റ്റിനിയെ തിരിക്കാം. നിനക്ക് നിന്റെ തലമുറകളുടെ ഭാവിയെ തിരിക്കാം. ഷാബൽ ഘടകവന, നിന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന മുറിവുകൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ കരിച്ചു മാറ്റും. ഷാബൽ ഘടകതന അതൽ ഘടകതന. കർത്താവിന്റെ മേശയുടെ മുമ്പിൽ മാനസാന്തരത്തോടെ നീ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, നിന്റെ ചരിത്രത്തെ, ഷാബൽ നിന്റെ മിനിസ്ട്രിയെ തുറക്കുന്നതാണ്. തുറന്നു വരട്ടെ. കേട്ട വചനം മുഴുവൻ ധ്യാനിക്കുക. കേട്ട വചനത്തിനകത്ത് ദൈവാത്മാവ് നിന്നോട് ഇടപെട്ട് എന്താണ് അതിന് രാവിലെ മുറുകെ പിടിക്കുക. കർത്താവിന്റെ മേശ അത്ര മഹത്വകരമാണ്. കർത്താവിന്റെ മേശ അത്ര ശ്രേഷ്ഠകരമാണ്. കർത്താവിന്റെ മേശ അത്ര അമൂല്യമാണ്. ജീവിതത്തെ തിരിക്കുന്നതാണ്, കുടുംബത്തെ തിരിക്കുന്നതാണ്, നിന്റെ ഡെസ്റ്റിനിയെ തിരിക്കുന്നതാണ്, നിന്നെ മൂല്യമുള്ളതാക്കി മാറ്റും. ഷാബൽ ഘടകതന അന്തൽ ഘടകതന അശ്വസ്കനാദിനാഥന പ്രൗഢമന ഘടകതന. നിന്റെ മേൽ ഓഫീസുകൾ തുറക്കും. മരണത്തെ അത് എടുത്തു മാറ്റും. ഷാബൽ ഘടകതന. അത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. സകല ബാരിയറും പൊട്ടും. കർത്താവിന്റെ മേശയുടെ മുമ്പിൽ വചനത്തിന്റെ വെളിപ്പാടിൽ അല്പനിമിഷങ്ങളായി നാം ധ്യാനിച്ച വചന വെളിപ്പാടുള്ള ബന്ധത്തിൽ ഇന്ന് രാവിലെ അത് പ്രഖ്യാപിച്ച് ഭക്ഷിച്ചാൽ ഷാദൽ ഘടകതന നിന്റെ ഭവനത്തിനകത്ത് അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. ഷംബൽ ഘടകവന, നീ പറഞ്ഞില്ലെങ്കിലും എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുമ്പോൾ ഷാദൽ ഘടകതന അൽക്കമന ഘടകതന നമ്മൾ അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു. അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുമ്പോൾ ഇതുവരെ മാനവകുലത്തിന്മേൽ വാണിരുന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും എന്റെ യേശു കാൽവറിയിൽ അവൻ പരസ്യക്കോലമാക്കിയത്, അവനെ ജയിച്ചത്, നിനക്ക് വിരോധമായി എഴുതിയ സകല കൈയെഴുത്തും മായ്ച്ചത്, നിന്റെ കുടുംബത്തിൽ അവന്റെ റിസൾട്ട് വെളിപ്പെടും. നിന്റെ പ്രൊവിഷനുകൾ വർദ്ധിക്കും. നീ മൂല്യമുള്ളവനായി മാറും. നിന്റെ സ്വഭാവത്തെ ഇത് സ്വാധീനിക്കും. നിന്റെ അകത്ത് ജീവന്റെയും ആത്മാവിന്റെയും ഒരു പ്രമാണം പരിശുദ്ധാത്മാവ് തുറക്കാൻ തുടങ്ങും. നീ യേശുവിനെ പോലെയാകും. പരിശുദ്ധാത്മാവേ, ഇന്ന് രാവിലെ ഇത് തുറക്കണമേ. ഞങ്ങൾ പുതിയ ഉടമ്പടിയുടെ മേശയിലേക്ക് വരികയാണ്. ഞങ്ങൾ ഇന്ന് രാവിലെ മരണത്തെ പ്രഖ്യാപിച്ചല്ലോ. ഞങ്ങൾ ഇന്ന് രാവിലെ കർത്താവിന്റെ ശരീരത്തെ ഞങ്ങൾ വിവേചിച്ചല്ലോ. ഞങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങളെ തന്നെ ശോധന ചെയ്തല്ലോ. ഞങ്ങൾ ഇന്ന് രാവിലെ അനുഗ്രഹ പാത്രത്തിന്റെ പ്രാധാന്യത കണ്ടല്ലോ. ഞങ്ങൾ ഇന്ന് രാവിലെ കർത്താവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ കണ്ടല്ലോ. ഇതെല്ലാം ഞങ്ങൾ തുറക്കട്ടെ. ഇതെല്ലാം ഈ കുടുംബങ്ങളിൽ മേൽ തുറക്കട്ടെ. കർത്താവിന്റെ വരവിന് മുമ്പ് ഒരു അന്ത്യകാല ഉണർവിനായി പരിശുദ്ധാത്മാവ് ഒരു കൂട്ടത്തെ പണിയുമ്പോൾ ആ പണി ഇവരകത്ത് വിശ്വാസം
വിശ്വാസമായി ഇതിലൂടെ ദൈവാത്മാവ് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങളുടെ വീടുകളിൽ അപ്പവീഞ്ഞുകൾ ഒരുക്കി വെച്ചവർ അപ്പത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനായിട്ട് നിങ്ങളുടെ കരങ്ങളിൽ എടുക്കുക. സഭയിൽ നാം ഇത് ചെയ്യുമ്പോൾ സഭയിൽ ശുശ്രൂഷകന്മാരത് പുൾപിറ്റിൽ നിന്ന് എടുത്ത് വാഴ്ത്തുകയാണ്. നമ്മുടെ ഭവനങ്ങളിൽ നമ്മളിപ്പോൾ പല ഭവനങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അതാത് ഭവനങ്ങളിലുള്ള ഗ്രഹനാഥന്മാർ അപ്പത്തെ കൈക്കകത്തെടുക്കുക. പല രീതിയിലുള്ള ദുർവ്യാഖ്യാനങ്ങളും വിമർശന പഠനങ്ങളൊക്കെ ഇതിന് നേരെ വന്നിട്ടുണ്ട്. അപ്പം ഒന്നാകെ കൊണ്ട് ഒരപ്പേ പാടുള്ളൂ, അതൊക്കെയുണ്ട്. അങ്ങനെയൊക്കെ അതിനെ ഞാൻ IPCയുടെ ഒരു പ്രമുഖ സെൻറ്ററിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അവിടെ ഞായറാഴ്ച ആരാധനയ്ക്ക് പങ്കെടുക്കുന്നത് 800 പേര് 900 പേര് ഒക്കെയാണ്. 700 800 900 പേരൊക്കെയാണ്. ഒരപ്പമല്ല അവിടെ എടുക്കുന്നത്. പഴയ അപ്പച്ചന്മാരോട് ഞാനത് എടുത്തിട്ടുണ്ട്. പഴയ അപ്പച്ചന്മാരോട് അവിടെ എടുക്കുന്നത് ഒരു അപ്പം മേശപ്പുറത്ത് വയ്ക്കും, ഒരു അപ്പം ദൈവദാസനെടുക്കും. ബാക്കി അപ്പങ്ങളെല്ലാം മേശയുടെ താഴെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മേശപ്പുറത്തുണ്ടായിരിക്കും. എടുത്തത് ഒരു അപ്പമാണ്, പക്ഷെ അപ്പങ്ങൾ പലതും അവിടെ ഉണ്ട്. കാരണം ഒരപ്പം കൊണ്ട് 1000 പേർക്കുള്ള ഒരപ്പം ഉണ്ടാക്കാൻ പറ്റുകയില്ല. നമ്മുടെ ചർച്ച 4 ലക്ഷം വിശ്വാസികളുണ്ടാകുമ്പോൾ 4 ലക്ഷം വിശ്വാസികളുള്ള അപ്പം ഉണ്ടാക്കാൻ പറ്റുകയില്ല. അത് ഉണ്ടാക്കുക മാത്രമല്ല, ഉണ്ടാക്കി പാസ്റ്റർ എടുത്ത് എങ്ങനെ വാഴ്ത്തും? അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്നോട് 1-2 പേര് ഒരു ചോദ്യമൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇപ്പോഴിങ്ങനെ പറയുന്നത്. ഇത് അറിയാത്തവരുണ്ട്, അവർ വിമർശനത്തിലല്ല കേട്ടോ, അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഞാൻ ഇന്ന് രാവിലെയാണ് മെസ്സേജ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവാത്മാവ് നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന അപ്പം, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപ്പം നിങ്ങൾക്ക് ആമസോണിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരു അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അത് വലിപ്പം ചെറുതുള്ളത് വാങ്ങുന്നത് നല്ലതാണ്. ഇപ്പോൾ നിങ്ങളുടെ വീടുകളിൽ കരുതി വെച്ചിരിക്കുന്ന അപ്പം എടുക്കുക. എല്ലാ കരങ്ങളിലും അപ്പം എടുക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് ഈ അപ്പത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും ഉള്ളവർ അപ്പം കത്രിമേശ നടത്തുന്നവർ, എടുക്കുന്നവർ, എനിക്കറിയാം ഭൂരിഭാഗം പേരും കത്രിമേശ എടുക്കുന്നവരാണ്. ഞാൻ ഇന്നത് കയറി കാണാൻ പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയും അറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പാപങ്ങൾക്ക് പകരമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളുടെ പാപങ്ങൾക്ക് പ്രതിപകരമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുകയും അവൻ്റെ മരണാടക്ക പുനരുത്ഥാനത്തെ പ്രഖ്യാപിക്കുകയും പിതാവാം ദൈവം പുത്രനിലൂടെ യഹൂദഗ്രഹത്തോട് ചെയ്ത പുതിയ ഉടമ്പടിയെ ഓർക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന, പുത്രന്റെ മരണത്തെ പ്രഖ്യാപിക്കുന്ന, കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കുന്ന, കർത്താവിൻ്റെ കാൽവരിയിൽ ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടു വന്ന വിധിയെ ഒന്നുകൂടെ ഉറപ്പിക്കുന്ന, ഞങ്ങളുടേത് മുഴുവൻ കർത്താവിൻ്റെ ശരീരത്തിന്മേൽ വഹിച്ചു എന്നുള്ള വെളിപ്പാട് ഞങ്ങളുടെ അകത്തുണ്ടാകേണ്ടവന് കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കുന്ന ഈ അനുഗ്രഹീത മേശയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ അപ്പത്തെ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാണന്റെയും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടി ഗതസമനം മുതൽ കാൽവരി വരെയും തകർക്കപ്പെടേണ്ടതിന് ദൈവിക ട്രിയൂണിറ്റിയിലെ 2ാം ആളത്വമായ അങ്ങ് ഈ ഭൂമിയിൽ വേഷത്തിലൊരു മനുഷ്യനായി വന്നല്ലോ. ഞങ്ങളുടെ പാപത്തെയും ഞങ്ങളുടെ രോഗത്തെയും ഞങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷയെയും ഞങ്ങളുടെ മരണത്തെയും ഞങ്ങളുടെ തിരസ്കരണത്തെയും ഞങ്ങളുടെ അപമാനത്തെയും ഞങ്ങളുടെ മരണത്തെയും ഞങ്ങളുടെ പഴയ മനുഷ്യനെയും അങ്ങയുടെ ശരീരത്തിൽ വഹിച്ചുവല്ലോ. അത് മുഴുവൻ അങ്ങ് കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചുമന്നൊഴിച്ച് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് യോസഫിന്റെ കരളിൽ അങ്ങ് അടക്കപ്പെട്ടല്ലോ. കർത്താവിൻ്റെ ശരീരത്തെ ഇത്തരണത്തിൽ ഞങ്ങൾ ഓർക്കുകയും ഞങ്ങൾ വിവേചിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടേത് മുഴുവൻ ആ ശരീരത്തിന്മേൽ അങ്ങ് ചുമന്നെങ്കിൽ, ആദാമിൽ നിന്ന് കൈമാറി വന്ന സകലതും അങ്ങയുടെ ശരീരത്തിന്മേൽ അങ്ങ് ചുമന്നുവെങ്കിൽ, ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ച് വിഭജിക്കുമ്പോൾ
അതിൻ്റെ ഏതെങ്കിലും കിരണങ്ങൾ, അതിൻ്റെ ഏതെങ്കിലും ഒരു ചലനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞങ്ങളത് വിവേചിച്ച് ഭക്ഷിക്കുമ്പോൾ അത് മുഴുവൻ ഞങ്ങൾ ക്യാൻസൽ ആകേണ്ടതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ അപ്പത്തെ പിതാവെ ഞങ്ങളുടെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാൽവറിയിൽ യേശുവിന്റെ ശരീരത്തിന്മേൽ ചുമന്നൊഴിച്ചത് ഞങ്ങളിൽ നിന്ന് അങ്ങ് അടർത്തി മാറ്റുകയും കർത്താവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് അങ്ങയുടെ ജീവൻ, അങ്ങയുടെ തേജസ്, അങ്ങയുടെ മേൽ വെളിപ്പെട്ടിരുന്ന ദൈവപ്രീതി, അങ്ങയിൽ വെളിപ്പെട്ട ദൈവനീതി, അത് മുഴുവൻ പിതാവെ അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങളുടെ മേൽ അങ്ങ് പകരുന്ന ദൈവമാണല്ലോ. കർത്താവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയുള്ള ഈ അപ്പത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. പിതാവെ, ഇപ്പോൾ അങ്ങയുടെ അതിശയകരത്താൽ മാളിക മുറിയിൽ പുത്രൻ അപ്പമെടുത്ത് വാഴ്ത്തിയപ്പോൾ അങ്ങ് അതിനെ വാഴ്ത്തിയെങ്കിൽ, അങ്ങ് അതിനെ അനുഗ്രഹിച്ചെങ്കിൽ, ഇപ്പോൾ അങ്ങ് ഈ അപ്പത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തരുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മാംസത്തിൻ്റെയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ്റെ ഉള്ളിൽ നിത്യജീവൻ ഉണ്ട്, ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുമെന്നുള്ള വചന വെളിപ്പാടിൽ ഇന്ന് രാവിലെ ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ ഞങ്ങൾ ഇത് ഭക്ഷിക്കുമ്പോൾ ആ ജീവൻ ഞങ്ങളിൽ ശക്തിയോടെ വ്യാപരിക്കട്ടെ. എല്ലാ മരണവും മരണകാരണങ്ങളും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പരിപൂർണമായി തുടച്ചു നീക്കപ്പെട്ട് ഞങ്ങളുടെ കുടുംബം ദൈവാത്മാവിനാൽ അനുഗ്രഹമായി മാറട്ടെ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പിതാവേ, ഞങ്ങളുടെ പുത്രന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ ഈ അപ്പത്തോടുകൂടെ അങ്ങ് കൽപ്പിച്ചാക്കിയിരിക്കുന്നു എന്ന വെളിപ്പാടിൽ, ആ ഡിവൈൻ കൈമാറ്റം സംഭവിച്ചു എന്ന വെളിപ്പാടിൽ ഇപ്പോൾ അങ്ങയുടെ കൈക്കകത്ത് ഞങ്ങൾ ഇത് തിരികെ വാങ്ങുകയും ഞങ്ങളിപ്പോൾ ഇത് ഭക്ഷിക്കുകയും ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ശരീരത്തിന്റെയും പ്രാണന്റെയും ആത്മാവിന്റെയും വീണ്ടെടുപ്പ് അങ്ങയുടെ പുത്രന്റെ ശരീരത്തിലെ യാഗത്തിൽ സംഭവിച്ചു എന്ന വെളിപ്പാടിൽ ഞങ്ങളിത് അങ്ങിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയാണ്. പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു. ഗതസമനം മുതൽ കാൽവറി വരെയും നമ്മുടെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ആദാമ്യ പാപത്തിൽ വന്ന സകലതിൻ്റെയും പ്രതിപകരമായി നമുക്ക് വേണ്ടി മരിച്ച, അടക്കപ്പെട്ട് ഉയർത്തേമറ്റ ക്രിസ്തുവിൻ്റെ ശരീരത്തെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയുള്ള ഈ അപ്പം ഇപ്പോൾ ഭക്ഷിച്ചു കൊള്ളുവിൻ. ഭവനങ്ങളിൽ അപ്പമെടുത്ത് പ്രാർത്ഥിച്ചവർക്ക് സ്തോത്രത്തോടെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ ആ മേഖലയിലുള്ള ദൈവപ്രവൃത്തി വെളിപ്പാടിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ അപ്പം വാങ്ങി ഭക്ഷിക്കാവുന്നതാണ്. സഭയിൽ നമ്മൾ രണ്ടും ഒരുമിച്ചാണ് ഭക്ഷിക്കാറ്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെയൊരു ക്രമീകരണമായതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ അപ്പം ഭക്ഷിക്കാവുന്നതാണ്. അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം കയ്യിലെടുത്തു. ഭവനങ്ങളിൽ അപ്പം ഭക്ഷിച്ചവർ പാനപാത്രം കയ്യിലെടുക്കുക. പാനപാത്രത്തെ നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. മൽക്കീസേദെക്ക് അബ്രഹാമിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അപ്പവീഞ്ഞുകളായി വന്നതുപോലെ സാക്ഷാൽ നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തുവാണ് ഇപ്പോൾ നമ്മളെ ശുശ്രൂഷിപ്പാനായിട്ട് ഇറങ്ങി നിൽക്കുന്നത്. ഇതൊക്കെ അകത്ത് വെളിപ്പാടായി ദൈവം തന്നവരെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അപ്പത്തെ അനുഗ്രഹിച്ച അതേ കരത്തിലേക്ക് ഞങ്ങൾ ഈ പാനപാത്രത്തെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ പാപമോചനത്തിനായി, ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി, ഞങ്ങളുടെ നീതീകരണത്തിനായി, ഞങ്ങളുടെ പ്രായശ്ചിത്തത്തിനായി അങ്ങ് പിതാവേ, അങ്ങയുടെ പുത്രന്റെ രക്തം ഗതസമനം മുതൽ കാൽവറി വരെയും ചുരിഞ്ഞല്ലോ. ആ രക്തത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തകർക്കുവാൻ വിട്ടുകൊടുത്ത പിതാവിന്റെ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പാപമോചനത്തിനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനും ഞങ്ങളുടെ നീതീകരണത്തിനും ഞങ്ങളുടെ മേലങ്ങ് തുറന്നിരിക്കുന്ന പുത്രത്വത്തിനും രാജ്യത്വത്തിനും വേണ്ടി കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളോട് സഹിച്ച സഹനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വെളിപ്പാടുകൾ ഞങ്ങളുടെ അകത്ത് തുറക്കേണ്ടതിന് സദാസമയവും ഞങ്ങളോട് വാദിച്ചുകൊണ്ടിരുന്ന പുതിയ നിയമത്തിന്റെ വെളിപ്പാട് ഞങ്ങളുടെ അകത്ത് പ്രകാശിപ്പിച്ച് ഞങ്ങളെ അനുദിനം നടി നടത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു.
മുന്തിരിവള്ളി അത് പിഴിഞ്ഞ് അതിൽ നിന്ന് സാക്ഷാൽ ജീവരസം പുറത്തു വരുന്നത് പോലെ ഗതസമനം മുതൽ കാൽവറി വരെയും ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരത്തിലൂടെ ചൊരിഞ്ഞ പുണ്യാഹ രക്തത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ രക്തത്തിന്റെ കൂട്ടായ്മയുള്ള ഈ പാനപാത്രത്തിനായി സ്തോത്രം. പിതാവേ, ഇപ്പോൾ അങ്ങ് ഈ പാനപാത്രത്തെ വാഴ്ത്തണമേ. അങ്ങ് ഈ പാനപാത്രത്തെ വിശുദ്ധീകരിക്കണമേ. അങ്ങ് ഈ പാനപാത്രത്തെ അനുഗ്രഹിക്കണമേ. മാളികമുറിയിൽ അരിമതാവനായ കർത്താവ് അപ്പവീഞ്ഞങ്ങളെടുത്ത് വാഴ്ത്തി സ്തോത്രം ചെയ്തപ്പോൾ പിതാവെ, അങ്ങ് വിശുദ്ധീകരിച്ച അതേ കരത്താൽ, അതേ മൂല്യതയോടെ, അതേ വെളിപ്പാടിൽ അങ്ങ് അത് ഞങ്ങൾക്ക് വേണ്ടി തരുന്നു എന്ന വെളിപ്പാടിൽ ഇത് വാങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിച്ച ഈ പാനപാത്രത്തെ ഞങ്ങൾ അങ്ങയുടെ കരത്തിൽ നിന്ന് തിരികെ വാങ്ങുന്നു. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയുള്ള പാനപാത്രമാണെന്നും ഇത് അനുഗ്രഹപാത്രമാണെന്നുള്ള വെളിപ്പാടിൽ ഇത് പാനം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇത് ഞങ്ങൾ വാങ്ങി പാനം ചെയ്യുമ്പോൾ എൻ്റെ മാംസത്തിൻ്റെയും അവൻ്റെ രക്തം കുടിക്കുന്നതിനുള്ളിൽ ജീവനുണ്ടെന്നും അവൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നതുകൊണ്ട് ദൈവിക ഫെല്ലോഷിപ്പിലേക്ക് പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു പിതാവിന്റെ ഫെല്ലോഷിപ്പിലേക്ക് പ്രവേശിച്ചതുപോലെ ഞങ്ങളിലെ ഫെല്ലോഷിപ്പിന്റെ ആഴങ്ങൾ തുറക്കുന്ന വെളിപ്പാടിൽ ഇത് വാങ്ങി പാനം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനകൾ കേട്ടവനായ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം കയ്യിലെടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ ഉടമ്പടിയാകുന്നു. ആകയാൽ ഗതസമനം മുതൽ കാൽവരി വരെയും ചൊരിയപ്പെട്ട കർത്താവിൻ്റെ രക്തത്തെ ഓർക്കുക. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണ് ഈ പാനപാത്രത്തിലുള്ളതെന്നുള്ള വെളിപ്പാടിൽ കർത്താവിൻ്റെ രക്തത്തെ ധ്യാനിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ ഓർത്തുകൊണ്ട്, മരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ട്, അവന്റെ ശരീരത്തെ വിവേചിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യാം. സർവപാപ കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ, സർവപാപ കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ, ഉർവിനാഥനേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ, ഉർവിനാഥനേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ. കർത്താവിന്റെ മേശയിൽ നാം പങ്കെടുത്ത ശേഷം നമ്മുടെ സഭകളിൽ നാം ചെയ്തു വരുന്ന പല കാര്യങ്ങളുണ്ട്. നിങ്ങളതെല്ലാം ചെയ്യണം കേട്ടോ. നിങ്ങളതൊന്നും വിമർശിക്കാനൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കർത്താവിൻ്റെ മേശ എടുത്ത ശേഷം നമ്മൾ ശേഷിച്ചിരിക്കുന്ന അപ്പവീഞ്ഞങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അതിനുശേഷം നമ്മൾ സ്നേഹചുംബനം കൊടുക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു ശുശ്രൂഷയുടെ ഭംഗിക്ക് വേണ്ടിയും അതിൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയും ചെയ്യുന്നതാണ്. ബൈബിളിലെ വചനമെന്ന് പറയുന്നത്, അവർ കർത്താവിൻ്റെ മേശ കഴിഞ്ഞ ശേഷം യേശു സ്തോത്രം പാടിയ ശേഷം ദൗത്യത്തിലേക്ക് കാലെടുത്ത് വെച്ച് പോയി. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. സ്തോത്രം പാടിയ ശേഷം അവൻ ഒലിവുമലയിലേക്ക് പോയി. നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? നമ്മൾ 1-2 മിനിറ്റുകൾ നമ്മുടെ മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്ത് നമ്മൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഭക്ഷിച്ചത് അവൻ്റെ അപ്പത്തിൻ്റെയും ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും കൂട്ടായ്മയുള്ള അപ്പവീഞ്ഞുകളാണെങ്കിൽ നിങ്ങളിലേക്ക് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് അവൻ്റെ ജീവനാണ്. അവൻ്റെ ജീവനാണ്. നിങ്ങൾ ഭക്ഷിക്കുക സാക്ഷാൽ ഭക്ഷണമാണ്, സാക്ഷാൽ പാനീയമാണ്. ഇനി നമ്മൾ എന്താണോ പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപിക്കുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ മിണ്ടാതിരിക്കരുത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നിങ്ങൾ യേശുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി പകരമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തല കുലുക്കിക്കൊണ്ടിരുന്നാൽ രക്ഷിക്കപ്പെടുകയല്ല. നിങ്ങൾക്ക് ദൈവം ആത്മസ്ഥാനത്തിന്റെ അടയാളമായി അന്യഭാഷ തന്നു. തല കുലുക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ ആത്മീയ വർധനം ഉണ്ടാകില്ല. ദൈവം നിങ്ങൾക്ക് കൃപാവരം തന്നു. നിങ്ങൾ കൃപാവരം, നിങ്ങളുടെ അകത്ത് പ്രാപിച്ച കൃപാവരം നിങ്ങൾ ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരുന്നാൽ നടക്കുമോ? ഇല്ല. നിങ്ങൾ എന്താണോ സ്പിരിച്വൽ റിലത്തിന്റെ പ്രത്യേകത, സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അത് പ്രഖ്യാപിക്കുമ്പോഴാണ് അതിന്റെ ആക്ഷൻ സംഭവിക്കുന്നത്. നിങ്ങളത് പ്രഖ്യാപിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ അവിടെ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ ആ ലൈഫിൽ നിൽക്കുകയാണ്. നിങ്ങൾ ഭക്ഷിച്ചത് അവന്റെ ശരീരമാണെങ്കിൽ, അവന്റെ രക്തത്തിന്റെ കൂട്ടായ്മയുള്ളതാണെങ്കിൽ ഇപ്പോൾ നിങ്ങളിൽ ആ തലം ഓപ്പണാണ്.
അതുകൊണ്ട് റിസറക്ഷൻ തലം ഓപ്പൺ ആണെന്നുള്ള വെളിപ്പാടിൽ 1 മിനിറ്റ് നേരം അന്യഭാഷ പ്രാർത്ഥിക്കുകയും രണ്ടാമത്തെ 1 മിനിറ്റ് നേരം നിങ്ങളുടെ അകത്ത് ദൈവാത്മ നൽകുക വെളിപ്പാടിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് നോക്കി, നിങ്ങളുടെ തലമുറകളിലേക്ക് നോക്കി, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നോക്കി, നിങ്ങളുടെ ജോലിയിലേക്ക് നോക്കി, നിങ്ങളുടെ കുഞ്ഞുങ്ങളിലെ അവരുടെ പഠനത്തിലേക്ക് നോക്കി, നിങ്ങളുടെ സഭയിലേക്ക് നോക്കി പ്രഖ്യാപിക്കാൻ സമയത്ത് എടുക്കുക. ഷാബൽ അടുത്ത 1 മിനിറ്റ് വരെ കൺമുട്ടിട്ട് പ്രാർത്ഥിച്ചു. ഷാബൽ കടാതിരാധന അത് പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ തുറന്നു വരും. ദൈവത്തിന്റെ പ്രവൃത്തികൾ തുറന്നു വരും. ഷാദൽ കടകഥന അന്തൽ പ്രൗഢമന. നിങ്ങൾ അതരം തുറന്നത് പറയണം കേട്ടോ. നിങ്ങൾ അതരം തുറന്ന് സൗഖ്യം പ്രഖ്യാപിക്കണം. നിങ്ങൾ അതരം തുറന്ന് അനുഗ്രഹം പ്രഖ്യാപിക്കണം. നിങ്ങൾ അതരം തുറന്ന് ഡെസ്റ്റിനികൾ ക്ലിയർ ചെയ്ത് പ്രഖ്യാപിക്കണം. ഷാദൽ കടകഥന. നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ അനുഗ്രഹിക്കണം. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ അനുഗ്രഹിക്കണം. ഷാബൽ കടക. നിങ്ങളുടെ ജീവിതത്തിന്റെ ഡെസ്റ്റിനിയെ നിങ്ങൾക്ക് തിരിക്കാം. ഇത് തിരിക്കുന്നതാണ് കർത്താവിന്റെ മേശ. ഇത് നടന്നത് ഒരു ശുശ്രൂഷയല്ല, ഇത് നടന്നത് ഒരു ഉടമ്പടിയുടെ മേശയാണ്. ഷാബൽ കടകഥന ഹതുരജന ഹതുരപന കടകഥന ഹതുരാധനാഥന പ്രൗഷപന കടകഥന അന്തൽ കടകഥന ഹതുരപന കടകഥന. ഈ വെളിപ്പാട് നിങ്ങൾ ഇത് ഭക്ഷിച്ച് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ആരോഗ്യം തുറന്നു വരും. സമയത്തിനുമുള്ള മരണങ്ങൾ മാറിപ്പോകും. നിങ്ങളുടെ മേലെ ബ്ലെസ്സിങ്ങിന്റെ ഡോറുകൾ തുറന്നു വരും. ജീവൻ ഓപ്പൺ ആകും. സ്പിരിച്വൽ റിലങ്ങൾ ഓപ്പൺ ആയി വരും. ഗ്ലോറി റിലങ്ങൾ ഓപ്പൺ ആയി വരും. ഏഞ്ചലിക് റിലങ്ങൾ ഓപ്പൺ ആയി വരും. സംഭവിക്കേണ്ടത് ഇന്ന് രാവിലെ പുതുസൃഷ്ടികൾ നടത്തുന്ന ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിന്ന് ശുശ്രൂഷിക്കട്ടെ. ലബത്തുരീതിനി ഘടകത്തിന് ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ അനുഗ്രഹമായി മാറും. ഓബേദേദോമിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവം, അവന്റെ ശാപ കയറുകളെ അഴിച്ച് അനുഗ്രഹമാക്കിയ ദൈവം, എബ്ബേസിനെ മാന്യനാക്കിയ ദൈവം, യോസഫിനെ ഉയർത്തിയ ദൈവം, ഷാബൽ ഘടകത്തിന് ദാനിയേലിനെ ഉപയോഗിച്ച ദൈവം ഇന്ന് രാവിലെ അവന്റെ കരമിന്റെ മേൽ തുറക്കുന്നു. അവന്റെ കരമിന്റെ മേൽ തുറക്കും. ഷാബൽ റബന ഘടകത്തിന് ഷാദൽ ഘടകത്തിന് ഏലീശയുടെ മേൽ ഇരട്ടി ആത്മശക്തിയുടെ പങ്ക് വന്നപ്പോൾ, ഇരട്ടി പങ്കിന്റെ ആത്മതലം ഓപ്പൺ ആയപ്പോൾ ഒരു രാജ്യത്തെ തൊടാൻ ശപിക്കപ്പെട്ട ദേശങ്ങളെ തൊടാൻ അവന്റെ മേൽ അധികാരം വ്യാപരിച്ചതുപോലെ ഇന്ന് രാവിലെ പുത്രത്വത്തിന്റെ വെളിപ്പാട് അകത്ത് വന്നവർ പ്രഖ്യാപിക്കുക. പട്ടണങ്ങളുടെ മേൽ കിടക്കുന്ന ശാപങ്ങൾ അഴിയും. ഷാദൽ ഘടകത്തിന് അതൽ ഘടകത്തിന് ഉറവുകൾ തുറക്കും. ദാരിദ്ര്യം അനുഗ്രഹമായി മാറും. ഷാദൽ ഘടാതിനാഥന സകല മേഖലകളിലും ദൈവത്തിന്റെ കരം ഇന്ന് രാവിലെ തുറന്നു വരട്ടെ. ഷാബൽ ഖരാതിരാധനാഥന പ്രൗഷപന ഘടകത്തിന് സ്പിരിച്വൽ റിലങ്ങൾ തുറക്കട്ടെ. അത് ആത്മാവിൽ അങ്ങ് തുറന്ന് പ്രാർത്ഥിച്ചു. ആത്മാവിൽ അത് പ്രഖ്യാപിച്ചു. ഇതിന്റെ പ്രധാനപ്പെട്ട സമയമാണ്. ഷാബൽ കടയിൽ കഴിഞ്ഞ ഒന്നിച്ചില്ല മണിക്കൂറായി, 1 മണിക്കൂറായി കേട്ട വചനങ്ങളെല്ലാം ധ്യാനിച്ച് പ്രഖ്യാപിക്കുക. നിങ്ങൾ സമയത്തിന്റെ പരിധിയിൽ ഇത് നിർത്തേണ്ടത് കൊണ്ടാണ് ഞാനിവിടെ നിർത്തുന്നത്. എന്നെ കണ്ടമാനം കത്രിമേശകൾ എൻ്റെ അകത്ത് ഓർമ്മയായി നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടമാനം കത്രിമേശകൾ എന്നെ ഏറ്റവും അധികം അതിനകത്ത് സ്വാധീനിച്ചിട്ടുള്ളൊരു കത്രിമേശ കുറച്ച് മാസം മുമ്പ് ചർച്ചിൽ നടന്നതാണ്. ഇത് അതിനേക്കാൾ അത്ഭുതമുള്ളതും നടന്നിട്ടുണ്ട് കേട്ടോ. അതിനേക്കാൾ അത്ഭുതകരമായത് നടന്നിട്ടുണ്ട്. മഹാത്ഭുതങ്ങൾ എൻ്റെ ഭാഷയിൽ മഹാത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് കത്രിമേശയിൽ. സാക്ഷ്യമായിട്ട് എനിക്ക് പറയാം. പക്ഷെ എന്നിൽ നടന്നൊരു സാക്ഷ്യം, ഞാൻ കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് ചർച്ചിൽ കത്രിമേശ നടത്തിയപ്പം ഞാൻ ഉറപ്പോടെ എനിക്ക് ഭയങ്കര സഹിക്കാൻ കഴിയാത്ത വേദന എൻ്റെ തൊണ്ടയ്ക്കകത്ത്. അപ്പോൾ ഈ കത്രിമേശയിൽ ഇത് മാറുമെന്നുള്ള ഉറപ്പിലാണ് ഞാൻ വരുന്നത്. പക്ഷെ ഞാൻ ആ കത്രിമേശ നടത്തിയത് കത്രിമേശ കഴിയുന്നതുവരെ ഞാൻ സഹിക്കാൻ പറ്റാത്ത വേദനയുമായിട്ട് നിൽക്കുകയാണ്. കത്രിമേശ കഴിഞ്ഞിട്ടും അപ്പവീഞ്ഞുകൾ ഭക്ഷിച്ചിട്ടും എൻ്റെ വേദന മാറിയില്ല. എനിക്ക് ചെറിയൊരു വിഷമം വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്തൊരു ചിന്ത വന്നു. ഞാനിത് പ്രഖ്യാപിച്ചപ്പോൾ ശുശ്രൂഷ നടത്തുകയാണെന്നുള്ള വെളിപ്പാടിൽ ചെയ്തതുകൊണ്ട് ഞാനത് എന്നിൽ തന്നെ വിവേചിക്കുവാനായിട്ട് എനിക്ക് സമയമെടുക്കാൻ പറ്റിയില്ല. സന്തോഷപുത്രനാണ് അന്ന് ആ മൂലയ്ക്ക് മേശപ്പുറത്ത് അത് ചെയ്ത് അവിടെ ബാക്കിയുള്ളത് അവിടെ കൊണ്ട് വെച്ചത് അപ്പവീഞ്ഞുകൾ. ഞാൻ അവിടെ പോയി മുട്ടുകുത്തി നിന്ന് വീണ്ടും ഈ അപ്പവീഞ്ഞെടുത്തു, രണ്ടാമതും എടുത്തു. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ചു പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് മുട്ടുകുത്തി നിന്ന് ആവർത്തിച്ചു. അപ്പവീഞ്ഞുകൾ കൈക്കകത്തെടുത്ത ശേഷം ഭക്ഷിച്ച സെക്കൻഡിൽ സഹിക്കാൻ കഴിയാത്ത തൊണ്ടവേദന എൻ്റെ തൊണ്ടയിൽ നിന്ന് ക്യാൻസലായിപ്പോയി. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, നിങ്ങൾ
നിങ്ങളുടെ ചർച്ചിനകത്ത് നിങ്ങൾ കർത്തൃമേശ എടുക്കുമ്പോൾ ഇനി അവിടുത്തെ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞില്ല, പഠിപ്പിച്ചില്ല, നിങ്ങളതുകൊണ്ട് നിങ്ങളുടെ അകത്ത് അരോചകത്വം ഉണ്ടാകരുത്, ഒരിക്കലും നിങ്ങളുടെ അകത്ത് റിബലിസം ഉണ്ടാകരുത്. നിങ്ങൾക്ക് ഈ കേട്ടത് വിവേചിച്ച് ധ്യാനിച്ച് ഭക്ഷിക്കാം. ഞാനിപ്പോൾ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 11:30 മണിക്ക് നമ്മുടെ ബൈബിൾ കോളേജ് ഉണ്ടായിരിക്കും. 11:15 നമ്മുടെ സൂം ഓണായിരിക്കും. 11:30 തൊട്ട് 12:30 വരെ നമുക്കിന്ന് രാവിലെ നമ്മുടെ ബൈബിൾ ക്ലാസ്സിനകത്തുള്ള ഗ്ലോറി ഇല്ലത്തിൻ്റെ അടുത്ത പാർട്ടുണ്ടായിരിക്കും. കർത്താവ് നിങ്ങളെല്ലാം സഹായിക്കട്ടെ. ഞാനത് ഓർപ്പിച്ചെന്ന് മാത്രം. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സെക്ഷൻ ഇപ്പോൾ അവസാനിപ്പിക്കാം. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തനുമായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ എനിക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് കർത്താവിൻ്റെ മേശ ഭക്ഷിപ്പാൻ, ഉടമ്പടിയുടെ മേശയിൽ പങ്കാളികളാകുവാൻ, തിരുവത്താഴം ഭക്ഷിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനായ സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവം ഓർക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ട അങ്ങയുടെ രക്തത്തെയും കർത്താവെ അങ്ങയുടെ ശരീരത്തെയും ഞങ്ങൾക്ക് ധ്യാനിപ്പാൻ കൃപ നൽകിയതിനായ സ്തോത്രം. കർത്താവിൻ്റെ മേശയ്ക്കകത്തുള്ള വെളിപ്പാടുകൾ ഞങ്ങൾക്ക് ഇന്ന് ഒരിക്കൽ കൂടെ ധ്യാനിപ്പാൻ കൃപ നൽകിയല്ലോ. ആ വെളിപ്പാടിൽ ഇത് ഭക്ഷിച്ചിരിക്കുന്ന അങ്ങയുടെ മക്കളെ കർത്താവെ അങ്ങ് ഇപ്പോൾ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങ് ആ ശുശ്രൂഷ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ അങ്ങ് ദൈവസഭയുടെ ഉദ്ധാരണത്തിനും ദൈവസഭയുടെ വളർച്ചയ്ക്കും ദൈവസഭയുടെ വിപുലീകരണത്തിനും അങ്ങ് ഓഫീസുകളിൽ ആക്കി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷക്തൻ എന്ന ആ പേരിൽ നിന്നുകൊണ്ട്, ആ പദവിയിൽ നിന്നുകൊണ്ട് മൽക്കീസദേക്ക് ഉടമ്പടിയുടെ ദൈവമായ യഹോവയിലേക്ക് തൻ്റെ വിശുദ്ധകരമുയർത്തി അബ്രഹാമിനെ അനുഗ്രഹിച്ചുവെന്ന് ഞങ്ങളുടെ വചനത്തിൽ വായിക്കുന്നു. ഇന്ന് രാവിലെ പൗരോഹിത്യത്തിന്റെ വെളിപ്പാട് നിന്നുകൊണ്ട് അങ്ങാക്കി വെച്ചിരിക്കുന്ന ഓഫീസിൽ നിന്നുകൊണ്ട് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ഇപ്പോൾ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ പ്രതിപകര സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ മക്കളെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി ഞാൻ ഇവരെ അനുഗ്രഹിക്കുകയാണ്. ഇവർ അവകാശികളായി മാറട്ടെ. ഇവർ ഈ ഭൂമിയിൽ അനുഗ്രഹമായി മാറട്ടെ. ഇവരുടെ കുടുംബം, ഇവരുടെ തലമുറകൾ, ഇവരുടെ ഭർത്താവ്, ഇവരുടെ ഭാര്യ, അവരുടെ സകല മേഖലകളും ദൈവത്തിന്റെ ബ്ലെസ്സിങ്ങിന്റെ ഡോറുകൾ തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ സൗഖ്യം സംഭവിക്കട്ടെ. തകർന്നവർ പണിയപ്പെടട്ടെ. എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ പ്രവൃത്തികൾ തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവിക എൻകൗണ്ടറുകൾ കർത്താവ് തുറക്കണം. ഇന്നലകളിൽ ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീത സാക്ഷ്യത്തിനായ സ്തോത്രം. സ്പിരിച്വൽ ഹൃദയത്തിനകത്തുള്ള ഗ്ലോറിയുടെ ഭയങ്കര മാനിഫെസ്റ്റേഷൻ ദൈവാത്മ തുറക്കുവാൻ ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. സകല പ്രാർത്ഥന യാതിൽ കേട്ടവനായ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മക്കാവിലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയങ്ങളും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്ന് വന്നേക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഷലോം. Shalom. ഷലോം. Shalom. Shalom. Shalom.